ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഉന്നത കോൺഗ്രസ് നേതാവും UDF കൺവീനറുമായ PP തങ്കച്ചനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ രംഗത്ത്. തങ്കച്ചന്റെ സ്വന്തം മകളാണ് ജിഷയെന്നും ഇക്കാര്യം ലോകം അറിയാതിരിക്കാൻ തങ്കച്ചന്റെ അറിവോടെ ജിഷയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ജോമോൻ ഒരു ഓൺലൈൻ പോർട്ടലിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ജിഷയുടെ കൊലപാതകം സംബന്ധിച്ച് തങ്കച്ചന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയന് ജോമോൻ ഇമെയിൽ വഴി കത്തയച്ചിരുന്നു. ജിഷയുടെ അമ്മ രാജേശ്വരി 20 വർഷത്തിലധികമായി തങ്കച്ചന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്നുവെന്ന് കത്തിൽ പറയുന്നു. മകളെന്ന നിലയിൽ ജിഷ തങ്കച്ചന്റെ വീട്ടിൽ നേരിട്ടെത്തി സ്വത്തിന്മേൽ അവകാശം ചോദിച്ചു. തറാതി വന്നപ്പോൾ പിതൃത്വം തെളിയിക്കുന്ന DNA ടെസ്റ്റ് നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ജിഷ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടതെന്നാണ് ജോമോൻ കത്തിൽ സൂചിപ്പിക്കുന്നത്. DNA ടെസ്റ്റിനുള്ള സാധ്യതകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മൃതദേഹം കത്തിച്ച് ചാമ്പലാക്കിയതെന്നും ജോമോൻ പറയുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതിനാൽ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം സർക്കാർ വൈകിപ്പിക്കുകയായിരുന്നു. UDFന്റെ പ്രധാന നേതാവ് ജിഷ കൊലക്കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കേരളം അറിഞ്ഞാൽ അത് പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ കേസ് വഴിതിരിച്ചുവിട്ടു. ഇതിനിടെ കേസ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമവും നടന്നു. ജിഷയുടെ വീടിന് അടുത്തായിരുന്നിട്ട് കൂടി മരണം നടന്ന വീട്ടിൽ PP തങ്കച്ചൻ എത്തുകയോ ജിഷയുടെ അമ്മയെ ആശുപത്രിയിൽ സന്ദർശിക്കുകയോ ഉണ്ടായില്ല. ഇക്കാര്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് ഒരു മരണ വീട്ടിലും താൻ പോകാറില്ലെന്ന മറുപടിയാണ് തങ്കച്ചൻ നൽകിയത്. എന്തായാലും ജിഷ വധക്കേസിൽ പ്രതികളെ ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ കത്തും വെളിപ്പെടുത്തലുകളും വരും ദിനങ്ങളിൽ വൻ വിവാദങ്ങൾക്കിടയാക്കുമെന്നുറപ്പാണ്.